കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അപർണയോട് പോയിട്ട് ഗീതുവും ഗോവിന്ദും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗീതുവും ഗോവിന്ദും കൂടെ ചേർന്ന് കിഷോറിനെ തകർക്കാനുള്ള വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ അപർണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രഞ്ജുവിനെ കാണാനായിട്ട് വിജയലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് അവിടെ വെച്ച് ഗീതുവിനെ കാണുന്നുണ്ട്. അപ്പൊ ഗീതു കുറച്ച് കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മി വാർത്തയോട് തുറന്നു പറയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ നമ്മൾ കാണാൻ കാത്തിരുന്ന നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇനി എല്ലാരും കൂടെ ചേർന്ന് അപർണയും ഗീതുവും ഗോവിന്ദ എല്ലാരും കൂടെ ചേർന്ന് കിഷോറിനെ അങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ ഇവരുടെ മുന്നിൽ പിടിച്ചു വെക്കാനായിട്ട് ഇനിയിപ്പൊ കിഷോറിന് സാധിക്കില്ല. അതിന് നമ്മൾ കുറെ കാലമായിട്ട് എല്ലാവരും കാത്തിരുന്ന ആ നല്ല വിശേഷങ്ങളല്ലേ. കിഷോർ എന്ന ചതിയന്റെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരണം, അവനെ അങ്ങനെ ഇല്ലാതാക്കണം. കാരണം ഒരു പെണ്ണിനെ അല്ല, ഇപ്പൊ രണ്ടാമത്തെ പെണ്ണിനെ അവൻ ചതിച്ചേക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു വൃത്തിയായിട്ടവനാണ്. അപ്പൊ അങ്ങനെ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒറ്റയടിക്ക് തീർത്തിട്ട് കാര്യമില്ലെന്ന് ഗീതനും ഗോവിന്ദനും അറിയാം. അതുകൊണ്ടാണ് അപർണയോട് വരാൻ പറഞ്ഞത്. അപർണയെ ചിലപ്പോൾ ഒറ്റ ബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ദുഃഖത്തിലേക്കേ കലാശിക്കുള്ളൂ. അങ്ങനെ ഈ സമയത്ത് അറയ്ക്കൽ വീട്ടില് രാധികാമ്മയെ വരണം. അടുത്ത പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെ അവരെ രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിയിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഇപ്പോഴാണെങ്കിൽ ഗോവിന്ദയുടെ നല്ല മൂടി തന്നെ നിൽക്കുന്നത്. കാരണം ഗീതനെ കുറിച്ച് പല സംശയങ്ങളും ഗോവിന്ദയുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയാണ്. രാധികാമ്മ പറഞ്ഞു, എന്റെ അടുത്തല്ലേ കളി, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താന്നുള്ളത്. അവന്റെ ജീവിതത്തിൽ നിന്ന് അവളെ പാടെ ഞാൻ വലിച്ചെറിയും. ഈ രാധികയുടെ കളി, രാധികയെ വെല്ലുവിളിച്ചോളാം അവള്. ഇനി അവൾ ഈ വീട്ടിൽ വാഴില്ല എന്ന് രാധികാമ്മ പറയണം. രാധികാമ്മയ്ക്കും വരുന്ന ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഗീതവും ഗോവിന്ദും തമ്മിൽ ഇപ്പോൾ അടിയാന്ന അവരുടെ വിശ്വാസം. പക്ഷെ അവർ രണ്ടുപേരും അഭിനയിക്കുമോ എന്നുള്ള സത്യം അവർക്ക് അറിയില്ലോ. പിന്നീട് കാണിക്കുന്ന അപർണയുടെ അടുത്തേക്ക് ഗോവിന്ദും ഗീതും എത്തുവാണ്. അപർണയാണെങ്കിൽ ആകെ തകർന്ന മട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം തന്നെ. കാരണം അച്ഛനോട് എന്ത് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. കാരണം ഇതാ എങ്ങോട്ടാ പോണേന്നൊക്കെ ഡാഡി നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഈ സമയത്ത് ഡാഡിയോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പെട്ടെന്ന് റഹ്റാമിനോട് പറഞ്ഞു, അതെ ഡാഡി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയണം. ഇത് കേട്ട് റഹ്റാം പറഞ്ഞു, മോളെ തനിച്ചു പോകണ്ട, ഈ പ്രഗ്നന്റ് ആയിട്ട് ഈ സമയത്തല്ലേ. ഓ കിഷോറിനെ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറയണം. വേണ്ട ഡാഡി, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, ഡാഡിയുടെ കൂടെ മോളുടെ കൂടെ ഡാഡിയും കൂടെ വരാന്ന് പറയണം. അത് വേണ്ട ഡാഡി, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് കാർ കൊടുത്തോണ്ട് പോകുന്നത്. ഇത് കണ്ടപ്പോഴത്തേനും കിഷോറിനോട് പറഞ്ഞതേ അവളെ ഇനി ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല. അവൾ പഴയ പോലെ അല്ല, അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് ചിന്ത വേണമെന്ന് പറയണം. അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഡാഡി, നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക കിഷോർ. എന്നിട്ട് അവളുടെ കാര്യത്തിൽ ഞാൻ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ചില ഇങ്ങനെ പിടിവാശികളൊക്കെ ഉണ്ട്, ഡാഡിക്ക് അറിയാലോ. അവൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും മസിൽ പിടിക്കാതിരിക്കുന്നത്. അവിടെ ഇടയെന്ന് വെച്ചാൽ തന്നെ പോയിട്ട് വരട്ടെ എന്ന് പറയണം. കിഷോറിന്റെ ഉള്ളിലാണെങ്കിൽ ഗീതുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരിക്കും അവള്. ആ ഒരു ചിന്തയായിരുന്നു. അവളങ്ങനെ തനിച്ചു പോകണം, തെളിവുകളൊക്കെ അവൾക്ക് കിട്ടട്ടെ, ആ ഒരു ചിന്തയായിരുന്നു കിഷോറിന്റെ മനസ്സിൽ. എങ്കിൽ മാത്രമല്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞുകൂടാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അപർണ നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അരിയിലേക്ക് എത്തുവാണ്. അപർണയെ കണ്ടപടി തന്നെ ഗീതുവിന് ഒരു കാര്യം ഉറപ്പായി. ഇവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു. ഇവളെ തടഞ്ഞില്ലെങ്കിൽ ആപത്താണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അപർണയ നീ എന്താ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേ? അതോ അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയാതിരിക്കുന്ന ഗോവിന്ദ് സാറേ വേണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ, അവൻ കയറി വന്നു കഴിയുമ്പോൾ അവനെ തീർത്തിട്ട് എനിക്കും മരിക്കണമെന്ന്. രണ്ട് ബുള്ളറ്റിന്റെ കാര്യമില്ലേ ഉള്ളൂ. അവനെ പോലെ ഒരു ചതിയന്റെ കുഞ്ഞ് എന്റെ വയറ്റി വളരുന്നേ, അതിന് ഞാൻ ഇനി വളർത്തണോ? ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ടോ ഗീതു ഞെട്ടിപ്പോയി. ഗീതു നീ എന്തൊക്കെ അബദ്ധങ്ങളാ പറയണേ? അബദ്ധമൊന്നുമല്ല, ശരിക്കുള്ള കാര്യം തന്നെയാ. ആ സമയത്ത് ഡാഡി വന്ന് കയറിയതുകൊണ്ട് ഡാഡി ആ തോക്ക് കാണുകയും ചെയ്തു. പക്ഷെ ഡാഡിയോട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി ആ നിമിഷം അവനെ ഇല്ലാതാക്കും. പിന്നെ ഡാഡി പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മൾ എന്തിനാ തോറ്റു കൊടുക്കണേ? നമ്മൾ തോറ്റു കൊടുക്കേണ്ടതല്ല, നമ്മൾ ജയിച്ചു മുന്നേറുക ചെയ്യണ്ടേ, നമ്മൾ ജീവിച്ച് കാണിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരു കാര്യം ഉറപ്പായി. അവരുടെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് ഗീത് പറഞ്ഞു, നമ്മളിപ്പോൾ അവനെ ഇല്ലാതാക്കുമല്ല വേണ്ടത്, അവനെ വെച്ചിട്ടൊരു വലിയ കളി തന്നെ കളിക്കുക ചെയ്യേണ്ടതെന്ന് പറയണം. അല്ല എന്ത് കളിയാ ഉദ്ദേശിച്ചേക്കുന്നേ? പിന്നീട് ഗോവിന്ദ് പറയണം, അവന്റെ ഉള്ളില് ഇപ്പോഴ് ഞാനും ഗീതും തമ്മിൽ വഴക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബലവത്താക്കണം. അത് ചെയ്യണം. അത് മാത്രമല്ല ഒരു കാരണവശാലും ഇപ്പൊ അപർണയെ അവനോട് പോയി പറയരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നീ ഇപ്പോഴും എന്നെ അവിശ്വസിച്ചിരിക്കാൻ തന്നെ കരുതട്ടെ. ഇപ്പൊ നിനക്ക് എന്നെ സംശയമാണെന്ന് തന്നെ അവൻ വിചാരിച്ചോട്ടെ. എങ്കിൽ മാത്രമേ അവന്റെ പിന്നിൽ ആരുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവന്റെ പുറയിൽ ആരോ ശക്തമായിട്ട് കളിച്ചിട്ടുണ്ട്. അവന് ആരുടെയോ പിൻബലം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്ര ഇങ്ങനെ
ചെയ്തു കൂട്ടാൻ പറ്റില്ല. അത് മാത്രമല്ല എന്റെ പേരിലുള്ള സിമ്മ് അത് അവൻ എങ്ങനെ കിട്ടി? എന്റെ ആധാറും അതൊക്കെ കിട്ടാതെ അവന് സിം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്നുള്ള അറിയണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർണി പറഞ്ഞു, ഞാൻ എന്തിനു കൂട്ടു നിൽക്കാം, അവനെ തകർക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് അവർണി പറഞ്ഞു അവർണിയോട് ഗീത പറഞ്ഞു, ഒരു കാരണവശാലും ഇത് കിഷോർ അറിയാൻ പാടില്ലെന്ന് പറയണം. ഇല്ല, ഒരു കാരണവശാലും ഇത് കിഷോർ അറിയില്ല. അങ്ങനെ അവർ 3 പേര് കൈ ഓർക്കുവാണ് കിഷോറിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ഒരു കാര്യം കൂടെ ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയാണ് നമ്മൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ പോകുന്നത്. അത് അറിഞ്ഞു കഴിയുമ്പം അറക്കൽ കുടുംബത്തിലൊരു ശുദ്ധികലാശകം തന്നെ നടക്കും ഗോവിന്ദ് സാർ. അല്ല, സാറ് കണ്ടോളാൻ പറയാണ്. ഇത്രയും കാലത്തെ പോലെയല്ല, ഇനിയാണ് ഗോവിന്ദ് സാർ പല സത്യങ്ങളും അറിയാൻ പോണേന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗീതു രഞ്ജുവിനെ കാണാനായിട്ട് വരുവാണ്. ഈ സമയത്താണെങ്കിൽ രഞ്ജുവിനെ നേരെ ഐസിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് വിജയലക്ഷ്മി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം മുന്നിലേക്ക് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ രഞ്ജു ഭയങ്കരമായിട്ട് വയലന്റ് ആവും. അത് അവളുടെ ശരീരത്തെ ബാധിക്കും, അവൾ ക്ഷീണതയാവും. അത് വേണ്ട, മാറി എന്നാണെങ്കിൽ തനിക്കൊന്ന് കാണാൻ പറ്റണം. അങ്ങനെ ഐസിന്ന് വാർഡിലേക്ക് മാറ്റുന്ന ആ കാഴ്ച കൺകുളറൊക്കെ കണ്ടു. തന്റെ മോളെ തനിക്കൊന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ. അങ്ങനെ സന്തോഷിച്ച് നിന്നിട്ട് പതുക്കെ വിജയലക്ഷ്മി അങ്ങോട്ട് തിരിയുമ്പോഴാണ് ഗീതു കയറി വരുന്നത് കണ്ടേ. ഗീതുവിനെ കണ്ടതും വിജയലക്ഷ്മി ഒഴിഞ്ഞു മാറാൻ നോക്കി. പെട്ടെന്ന് ഗീതു എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നേ? അതെ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കാണാനൊന്നും പോകുന്നില്ല. എനിക്ക് എന്റെ അമ്മേനെ വെറുക്കാൻ സാധിക്കില്ല. അമ്മയ്ക്കറിയാലോ, നമ്മൾ തമ്മിൽ ഒരു ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതെല്ലാവരോടും പറഞ്ഞാൽ മതി. അതുവരെ നമ്മൾ ശത്രുക്കളായിട്ട് തന്നെ ഇരുന്നോട്ടെ. ചേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നേ. ഞാനിവിടെ വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു പക്ഷേ ഇവിടുന്ന് തന്നെ അറക്കൽ കുടുംബത്തിലേക്ക് പോയെന്നിരിക്കും. അവളുടെ ഈ സിറ്റുവേഷൻ ഇപ്പൊ മോശമല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മറിഞ്ഞു നിന്നത് പറയാണ്. ആ സാരമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്കമ്മയുടെ മോളെ കിട്ടും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഗീതാഞ്ജലി അല്ലേ പറയണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നെ വിജയലക്ഷ്മിയോട് ഗീതു ആ കാര്യങ്ങളൊക്കെ പറയണ്ട, അവനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി ഒരു കാരണവശാലും അവനെ വിടരുത്. ആ ചതിയനെ എത്രയും പെട്ടെന്ന് അവനെതിരെ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്ത് സഹായം എന്റെ വേണമെങ്കിലും ചോദിച്ചാൽ മതി, എന്തിനും ഏതിനും നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.